+2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പാർട്ട് 11. ഈ ചാപ്റ്ററിലെ സെക്കൻഡ് ടോപ്പിക്കാണ് ഫങ്ഷൻസ്. ആ ഫങ്ഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ സോൾവ് ചെയ്യുന്നത്. എക്സസൈസ് 1.3ലെ ക്വസ്റ്റ്യൻസ് 38 to 42. Question number 38. Consider f capital R to capital R given by f of x equal to 4x plus 3. Show that f is invertible. Find the inverse of f. നമുക്കിവിടെ തന്നിരിക്കുന്നത് f of x equal to 4x plus 3. ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നാം ആദ്യം ചെയ്യുന്നത് പ്രൂവ് ഇറ്റ് ആസ് 1 ഫംഗ്ഷൻ. ആദ്യമായിട്ട് തന്നിരിക്കുന്ന f of x 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രൂവ് ഇറ്റ് ആസ് ഓൺ ടു ഫംഗ്ഷൻ. നമുക്കറിയാം ഒരേ സമയം 1 ഓൺ ടു ഫംഗ്ഷനാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ ചേഞ്ച് ആസ് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ, അതായത് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ളതിനെ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു. തുടർന്ന് ഡിഫൈൻ എ ന്യൂ ഫംഗ്ഷൻ ജി ഫ്രം ക്യാപിറ്റൽ ആർ ടു ക്യാപിറ്റൽ ആർ ആസ് ജി ഓഫ് വൈ ഈക്വൽ ടു എന്ന രീതിയിൽ എഴുതി അതിനുശേഷം എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ഐഡൻറ്റിറ്റി ഫംഗ്ഷനാക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണെങ്കിൽ പുതുതായി നാം ഡിഫൈൻ ചെയ്ത ജി എന്ന ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ആണ് എന്നതാണ് അതിൻ്റെ മീനിങ്. നമുക്കിവിടെ ആദ്യം ചെയ്യുന്നത് ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു f of x equal to f of y implies നമുക്കറിയാം f of x എന്ന് പറഞ്ഞാൽ 4x plus 3, f of y equal to 4y plus 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 സബ്ട്രാക്ട് ചെയ്യുന്നു, 4x equal to 4y implies dividing by 4 x equal to y. ഇപ്പോൾ നമുക്ക് കിട്ടിയത് f is 1. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായി. f is 1. f ഇൻജക്റ്റീവ് ഫംഗ്ഷനായിട്ട് മാറി. ദെൻ അടുത്ത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിരുന്നത് തന്നിരിക്കുന്നതിന് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ, അതായത് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് 4x plus 3 ഫംഗ്ഷൻ ഓഫ് എക്സ്, അതിനെ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു. അതായത് 4x ഈക്വൽ ടു വൈ മൈനസ് 3 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ മൈനസ് 3/4. ഇപ്പോൾ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന രൂപത്തിലെത്തി. അതായത് നമുക്കറിയാം y എന്നുള്ളത് ക്യാപിറ്റൽ ആർ എന്ന കോ ഡൊമൈനിലുള്ള എലമെൻ്റ് ആണെങ്കിൽ y മൈനസ് 3 അതും റിയൽ നമ്പർ ആയിരിക്കും, y മൈനസ് 3/4ഉം റിയൽ നമ്പർ ആയിരിക്കും. അതാണ് നാം ഇവിടെ എഴുതുന്നത്. അതായത് എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ട് എന്ന് പറയുന്നു. ഫോർ എനി സ്മോൾ y ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ there exists x equal to y minus 3/4. ഇതും ക്യാപിറ്റൽ ആറിൽ ഉണ്ടായിരിക്കും. such that f of x equal to f of x എന്ന് പറഞ്ഞാൽ f of yക്ക് xന് വാല്യൂ കൊടുക്കാം y മൈനസ് 3/4. എഫിൻ്റെ മീനിങ് ഇൻറ്റു 4 പ്ലസ് 3. അപ്പോൾ 4 ഇൻറ്റു y മൈനസ് 3/4. അപ്പോൾ 4x ആയി പ്ലസ് 3. നമുക്കറിയാം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 ക്യാൻസൽ ചെയ്തു. അപ്പോൾ y മൈനസ് 3 പ്ലസ് 3 എന്ന് എഴുതി, അതായത് y എന്ന് കിട്ടി.
അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈ എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റേഞ്ചും കോഡൊമൈനും ഈക്വലായി. റേഞ്ചും കോഡൊമൈനും ഈക്വലായാൽ അതിൻ്റെ അർത്ഥം ഫങ്ഷൻ ഈസ് ഓൺ ടു. ഇപ്പം നമുക്ക് കിട്ടിയത് ഫങ്ഷൻ ഓൺ ടു എന്ന് പ്രൂവ് ചെയ്തു. അതായത് നമുക്ക് എഴുതാം എഫ് ഈസ് ഓൺ ടു. എഫ് ഈസ് ഓൺ ടു. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടും പ്രൂവ് ചെയ്തു. എഫ് ആദ്യം 1 ആണെന്ന് പ്രൂവ് ചെയ്തു, പിന്നെ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തു. നമുക്കിനി അടുത്തൊരു സ്റ്റെപ്പ് ഉള്ളത് പുതിയൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ജി എന്ന പുതിയ ഫങ്ഷൻ. എഫും ജിയും പ്രത്യേകത, എഫിൻ്റെ കോഡൊമൈനാണ് ജിയുടെ ഡൊമൈനായിട്ട് വരുന്നത്. ഇവിടെ രണ്ടും ക്യാപിറ്റൽ ആർ ആണെന്ന് മാത്രം. ആർ ടു ആർ ഡിഫൈൻഡ് ബൈ, അതാണ് ഇവിടെ ബൈ എന്നെഴുതിയത്, ബൈ ജി ഓഫ് വൈ ഈക്വൽ ടു. ഇവിടെ വൈ എഴുതാൻ കാരണം വൈയുടെ രൂപത്തിലാണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവുക. ജി ഓഫ് എക്സ് എഴുതുന്നതുകൊണ്ടും തടസ്സങ്ങളില്ല. ജി ഓഫ് വൈ ഈക്വൽ ടു നമുക്ക് എഴുതാം വൈ മൈനസ് 3/4. പുതിയൊരു ജി എന്ന ഫങ്ഷൻ നാം ഡിഫൈൻ ചെയ്തു. ഇങ്ങനെ പുതിയൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്താൽ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കോമ്പോസിഷൻ ഫങ്ഷൻ കാണലാണ്. ജി കോമ്പോസിഷൻ എഫ്, അത് ഐഡൻറ്റിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ്, നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x + 3 എന്നതാണ്, ഈക്വൽ ടു ജി ഓഫ് എന്ന് പറഞ്ഞാൽ y - 3/4. അപ്പോൾ 4x + 3 ഇപ്പോൾ y ആയി, ദെൻ -3/4, y - 3/4. സിംപ്ലിഫൈ ചെയ്താൽ 3 ക്യാൻസൽ ചെയ്തു, 4x/4. ഇപ്പോൾ കിട്ടിയത് എക്സ്. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, എക്സ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫങ്ഷനായി, ഐഡൻറ്റിറ്റി ഫങ്ഷൻ ഓൺ ആർ. ദെൻ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗം എഫ് കോമ്പോസിഷൻ ജി ആണ്. അതായത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ആണ് കാണുന്നത്, കാരണം ജി ഓഫ് വൈ ആണ് നാം എഴുതിയത്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് ജി ഓഫ് വൈ, എഫ് ഓഫ് ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈ. നാം ഇപ്പോൾ നേരത്തെ എഴുതിയിരുന്നു y - 3/4. എഫിൻ്റെ അർത്ഥം ഇൻറ്റു 4 + 3. ഇപ്പോൾ 4 × 4x, എക്സ് കാണുന്നിടത്താണ് y - 3/4, 4x + 3 ഈക്വൽ ടു 4 ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ y - 3 + 3 എന്ന് കിട്ടുന്നു. അപ്പോൾ ആൻസർ y. എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ, വൈ എന്ന് കിട്ടിയാൽ അർത്ഥം എഫ് കോമ്പോസിഷൻ ജി എന്നത് ഐഡൻറ്റിറ്റി ഫങ്ഷനാണ്, ഐഡൻറ്റിറ്റി ഫങ്ഷൻ ഓൺ ആർ. അപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് കോമ്പോസിഷൻ ജിയും ഐഡൻറ്റിറ്റിയാണ്, ജി കോമ്പോസിഷൻ എഫും ഐഡൻറ്റിറ്റിയാണ്. അതിൻ്റെ അർത്ഥം ഹെൻസ് ജി ഈക്വൽ ടു, ഹെൻസ് ജി നാം പുതുതായി ഡിഫൈൻ ചെയ്ത ജി എന്നുള്ളതിനെ ജി എന്ന് പറയണ്ട, അത് എഫ് ഇൻവേഴ്സ് കൂടിയാണ്. ദസ് ഇപ്പോൾ ഇൻവേഴ്സ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ജി എന്നുള്ളത് പേര് മാറ്റുന്നു. എഫ് ഇൻവേഴ്സ് ക്യാപിറ്റൽ ആർ ടു ക്യാപിറ്റൽ ആർ ബി ഡിഫൈൻഡ് ബൈ ഓർ ബൈ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു, എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ y - 3/4 ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് - 3/4. ഇപ്പോൾ എഫ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് കണ്ടെത്തി, ആ എഫ് ഇൻവേഴ്സ് ഇതാണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 39. ഷോ ദാറ്റ് എഫ് ഇൻ്റർവൽ -1 to 1 to r
given by f of x equal to x by x plus 2 is 1 1. Find the inverse of the function f minus 1 to 1 to range of f. ആദ്യം 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ് പ്ലസ് 2. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ ബൈ വൈ പ്ലസ് 2 ഇംപ്ലൈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ പ്ലസ് 2x ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2y. എക്സ് വൈ ക്യാൻസൽ ചെയ്താൽ 2x ഈക്വൽ ടു 2y. ഡിവൈഡിങ് ബൈ 2 x ഈക്വൽ ടു y. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അതിൻ്റെ അർത്ഥം എഫ് ഈസ് 1 1. എഫ് ഈസ് 1 1 ഫംഗ്ഷൻ. ദെൻ അടുത്ത നമുക്ക് ചെയ്യാൻ പോകുന്നത് എഫ് 1 1 ആണെന്ന് പ്രൂവ് ചെയ്തു. അടുത്ത ഭാഗം തന്നിരിക്കുന്ന y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് y എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2. ഇതിൻ്റെ മീനിങ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എഴുതാം എക്സ് വൈ പ്ലസ് 2y ഈക്വൽ ടു എക്സ്. നമ്മുടെ ആവശ്യം എക്സ് ഗ്രൂപ്പ് ചെയ്യാണ്. അപ്പോൾ എക്സ് വൈ മൈനസ് എക്സ് അതായത് എക്സ് ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2y implies x equal to 2y by 1 minus y. ഇവിടെ ചെയ്തത് ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്രൊവൈഡഡ് y not equal to 1. അപ്പോൾ എക്സിനെ നമുക്ക് കിട്ടി. എക്സിനെ കിട്ടിയാൽ x equal to 2y by 1 minus y. Then ഇവിടെ എഫിൻ്റെ ഇൻവേഴ്സ് ആണ് കാണാനുള്ളത്. എഫ് ഇൻവെർട്ടിബിൾ ആണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഡൊമൈനും കോ ഡൊമൈനും ഇൻ്റർചേഞ്ച് ചെയ്യാണ്. അപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ -1 to 1 തുടർന്ന് റേഞ്ച് ഓഫ് എഫ് എഫിനെ ഏതിലേക്കാണോ മാപ്പ് ചെയ്യുന്നത് അതാണ് പുതിയ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണാൻ പോകുന്ന ഫംഗ്ഷൻ്റെ കോ ഡൊമൈൻ വരുന്നത്. അതുകൊണ്ട് ഈ കോഡൊമൈനും ഇവിടെ റേഞ്ച് ഓഫ് എഫും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ജി എന്ന പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതായത് ഓൺ ടു ആണെന്ന് നേരിട്ട് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർലി എഫ് ഈസ് ഓൺ ടു. പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻ ജി എന്നുള്ളത് റേഞ്ച് ഓഫ് എഫ് അല്ലെങ്കിൽ റേഞ്ച് എഫ്. റേഞ്ച് എഫിൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ -1 1 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൈൻ ബൈ ജി ഓഫ് വൈ ഈക്വൽ ടു 2y by y 1 minus y. 2y by 1 minus y. ഈ പുതുതായി കണ്ടെത്തിയ ജി എന്ന ഫംഗ്ഷൻ നാം ചെയ്യുന്നത് ഇതിൻ്റെ കോമ്പോസിഷൻ അതായത് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും ഐഡൻറ്റിറ്റി ഫംഗ്ഷനാക്കി മാറ്റുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാം ആദ്യം ജി കോമ്പോസിഷൻ എഫ് കാണുന്നു. g of f of x equal to g of f of x.
ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ് പ്ലസ് 2. ജിയുടെ മീനിങ് 2y ബൈ 1 മൈനസ് വൈ ആണ്. അപ്പോൾ 2 ഇൻറ്റു വൈ എന്ന് കാണുന്നിടത്ത് എക്സ് ബൈ എക്സ് പ്ലസ് 2. ഇപ്പോൾ 2y ബൈ 1 മൈനസ് വൈയുടെ സ്ഥാനത്താണ് എക്സ് ബൈ എക്സ് പ്ലസ് 2. നമുക്കറിയാം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനൊരു ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും, അത് എക്സ് പ്ലസ് 2 ആണ്. ഡിനോമിനേറ്ററും ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ അതിനും ഒരു ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും എക്സ് പ്ലസ് 2. രണ്ടും സെയിം എലമെൻ്റ് ആണെങ്കിൽ ആ സെയിം എലമെൻ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എക്സ് പ്ലസ് 2 ക്യാൻസൽ ആകുന്നു, ബാക്കി 2x. ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ടേമിനും 1നും എക്സ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്ന ടേമിനും എക്സ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നെഴുതിയാൽ എക്സ് പ്ലസ് 2 മൈനസ് ഇവിടെ എക്സ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 2x ബൈ 2 എന്ന് കിട്ടുന്നു. അതായത് ആൻസർ എക്സ്. അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എക്സ് ആയിട്ട് കിട്ടി. അതായത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷനായി. നമ്മളിനി രണ്ടാമത്തെ പാർട്ട് ചെയ്യുന്നത് അതായത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ആണ് കാണുന്നത്. ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ്, നമുക്കറിയാം ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 2y ബൈ 1 മൈനസ് വൈ ആണ്. എഫിൻ്റെ മീനിങ് അതായത് എഫിൻ്റെ അർത്ഥം എക്സ് ബൈ എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്താണ് 2y ബൈ 1 മൈനസ് വൈ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2y ബൈ 1 മൈനസ് വൈ. ഇപ്പോൾ എക്സ് ബൈ ആയി, എക്സ് ബൈ എക്സ് പ്ലസ് 2. എക്സ് എന്ന് കാണുന്നിടത്ത് 2y ബൈ 1 മൈനസ് വൈ. എക്സ് ബൈ എക്സ് പ്ലസ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ 1 മൈനസ് വൈ, ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്റർ വരാൻ പോകുന്നത് 1 മൈനസ് വൈ. ഇപ്പോൾ 1 മൈനസ് വൈ കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 2y എന്ന് കിട്ടി. ഡിനോമിനേറ്ററിൽ 1 മൈനസ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2y, ഇവിടെ 2 ഇൻറ്റു 1 മൈനസ് വൈ ആണെങ്കിൽ 2 മൈനസ് 2y. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ 2y ക്യാൻസൽ ചെയ്താൽ ബാക്കി 2y ബൈ y ഈക്വൽ ടു y. അതായത് കിട്ടിയത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് y ഈക്വൽ ടു y എന്ന് കിട്ടി. അതായത് രണ്ടും ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് മാറി എന്നർത്ഥം. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് ജി കോമ്പോസിഷൻ എഫ് അതുപോലെ തന്നെ എഫ് കോമ്പോസിഷൻ ജിയും ഐഡൻറ്റിറ്റി ആയി. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് നേരത്തെ ആദ്യ ഭാഗത്ത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണ് എന്ന് മാത്രമല്ല എഫിൻ്റെ ഡൊമെയിൻ -1 ആണ്. അതുപോലെ തന്നെ എഫ് കോമ്പോസിഷൻ ജി അതും ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ഒന്നും കൂടി ക്ലിയർ ആക്കി എഴുതുകയാണെങ്കിൽ റേഞ്ച് എഫ് അതായത് രണ്ടും ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടി. എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും. അതിൻ്റെ അർത്ഥം ജി എന്നുള്ളത് ജി എന്ന പേരിൽ പറയേണ്ട, ജി എന്നുള്ളത് എന്തുകൂടിയാണ്? എഫ് ഇൻവേഴ്സ് കൂടിയാണ്. അതുകൊണ്ട് നേരത്തെ ഡിഫൈൻ ചെയ്ത ജി എന്ന ഫംഗ്ഷന് നമുക്ക് പേര് മാറ്റാം. ദസ് എഫ് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ റേഞ്ച് ഓഫ് എഫ് അല്ലെങ്കിൽ റേഞ്ച് എഫിൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ -1 ആസ് എഫ് ഇൻവേഴ്സ് എക്സ്. നമ്മൾ ജി ഓഫ് വൈ എന്നാണ് എഴുതിയത്, അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. എഫ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ 2y ബൈ
1 മൈനസ് വൈ, വൈ എന്നുള്ളിടത്ത് നമ്മൾ എക്സ് ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് എഫ് ഇൻവേഴ്സ് കിട്ടി. എഫ് ഇൻവെർട്ടിബിൾ ആണെന്നും കണ്ടെത്തി. ആ ഇൻവേഴ്സ് ഇങ്ങനെയാണ്: എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 2x by 1 minus x. Then question number 40. Consider f r plus to 4 infinity given by f of x equal to x square plus 4. Show that f is invertible with the inverse f inverse of f given by f inverse y equal to root of y minus 4, where r plus is the set of all non-negative real numbers. ഇപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫംഗ്ഷൻ ആദ്യം 1 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 4. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ പ്ലസ് 4. ഇംപ്ലൈസ് രണ്ട് ഭാഗത്തും 4 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ എന്നെഴുതാം. ഇതിന് പോസിറ്റീവ് റൂട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, കാരണം ആർ പ്ലസ് ആണ്. നെഗറ്റീവ് എക്സും നെഗറ്റീവ് വൈയും ആർ പ്ലസ്സിലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അതിൻ്റെ അർത്ഥം എഫ് ഈസ് 1 1. എഫ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇത് രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ നാം മാറ്റുന്നു. y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ളതിനെ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് y എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു. ഇംപ്ലൈസ് നമുക്കതിന് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ മൈനസ് 4 എന്നെഴുതാം. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വരുമെങ്കിലും y ഗ്രേറ്റർ ദാൻ 4 ആണ് ഇവിടെ വരിക. പോസിറ്റീവ് റൂട്ട് മാത്രമേ ഇവിടെ എടുക്കാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് y ആണ്. അതായത് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് y എന്നുള്ളത് ആറിലുണ്ടെങ്കിൽ റൂട്ട് ഓഫ് y മൈനസ് 4ഉം ആറിലുണ്ടായിരിക്കും. അതാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. അതായത് ഫോർ ഏതൊരു എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണ് നാം ഓൺ ടു എന്ന നിഗമനത്തിൽ എത്തുന്നത്. അതായത് ഫോർ എനി y belongs to capital R, there exists x equal to root of y minus 4 belongs to R such that f of x equal to f of y, f of root of y minus 4. നമുക്ക് വാല്യൂസ് കൊടുക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് വൈ മൈനസ് 4 സ്ക്വയർ എക്സ് സ്ക്വയർ ആയി പ്ലസ് 4. ഇത് റൂട്ട് കണ്ടാൽ വൈ മൈനസ് 4 പ്ലസ് 4, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. എഫ് ഓഫ് എക്സ് വൈ കിട്ടിയാൽ അർത്ഥം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റേഞ്ചാണ്, വൈ എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ ആണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എഫ് ഈസ് ഓൺ ടു. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് ദെർഫോർ എഫ് ഈസ് ഓൺ ടു. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടും നാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്തു. സെക്കൻഡ് പാർട്ട് ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇനി ജി എന്ന പുതിയൊരു ഫംഗ്ഷൻ നാം ഡിഫൈൻ ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്, നാലാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഡിഫൈൻ ജി എന്ന ഫംഗ്ഷൻ ഡൊമൈനും കോഡൊമൈനും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഫോർ ഇൻഫിനിറ്റി ടു ആർ പ്ലസ് ഡിഫൈൻഡ് ബൈ ഓർ ബൈ ജി ഓഫ് വൈ. ഇവിടെ വൈ ആണ്, അതുകൊണ്ടാണ് ജി ഓഫ് വൈ കൊടുത്തത്. ജി ഓഫ് എക്സ് കൊടുത്താലും വ്യത്യാസങ്ങളൊന്നുമില്ല.
ജി ഓഫ് എക്സ് കൊടുത്താലും നോ ചേഞ്ച്. ജി ഓഫ് വൈ ഈക്വൽ ടു ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് റൂട്ട് ഓഫ് വൈ മൈനസ് 4. റൂട്ട് ഓഫ് വൈ മൈനസ് 4. ഇപ്പോൾ ജി ഓഫ് വൈ കിട്ടി. ഈ ജി ഓഫ് വൈ കിട്ടിയാൽ അതിൻ്റെ കോമ്പോസിഷനാണ് ഇവിടെ നാം കാണുന്നത്. അതായത് ആദ്യം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കാണുന്നു. ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് തന്നതാണ് എക്സ് സ്ക്വയർ പ്ലസ് 4. ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4. ജിയുടെ മീനിങ് ഏതാണോ ടേം അതിൽ നിന്ന് 4 കുറച്ച് റൂട്ട് കാണുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4. ഇപ്പോൾ വൈ ആയി, ദെൻ വൈ മൈനസ് 4 ആയി, ദെൻ അതിൻ്റെ റൂട്ട്. സിംപ്ലിഫൈ ചെയ്താൽ 4 ക്യാൻസൽ ചെയ്തു. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ അധിക സ്റ്റെപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്ക് എക്സ് എന്ന് എഴുതാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എക്സ് എന്ന് കിട്ടിയാൽ അർത്ഥം ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ദെൻ രണ്ടാമത്തെ പാർട്ട് എഫ് കോമ്പോസിഷൻ ജി. എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈ. ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വൈ മൈനസ് 4. റൂട്ട് ഓഫ് വൈ മൈനസ് 4 ഈക്വൽ ടു എഫിൻ്റെ അർത്ഥം എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. ഏതാണോ ടേം അതായത് വൈ മൈനസ് 4 അതിൻ്റെ ഇപ്പോൾ എക്സ് ആയി, ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു സ്ക്വയർ ചെയ്താൽ വൈ മൈനസ് 4 ആയി. വൈ മൈനസ് 4 പ്ലസ് 4. ആൻസർ വൈ. അതായത് കിട്ടിയത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ എന്നത് വൈ ആയിട്ട് കിട്ടി. നാം നേരത്തെ കിട്ടിയത് ജി കോമ്പോസിഷൻ എഫ് ആണ്. അപ്പോൾ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. കൂടാതെ എഫിൻ്റെ ഡൊമെയിൻ ക്യാപിറ്റൽ ആർ പ്ലസ് ആണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മാത്രമല്ല, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഐ ആർ പ്ലസ് ആണ്. ഇവിടെയും അതേപോലെ ഐ നമുക്കറിയാം. ഇവിടെ ജിയുടെ ഡൊമെയിൻ 4, ആണ്. അപ്പോൾ ഇത് രണ്ടും ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടിയാൽ നമുക്ക് പറയാം ജി എന്നുള്ളത് ജി എന്ന പേരിൽ കൊടുക്കേണ്ടതില്ല. അത് എന്തുകൂടിയാണ്? എഫ് ഇൻവേഴ്സ് കൂടിയാണ്. അതായത് ഹെൻസ് ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. അതുകൊണ്ട് നേരത്തെ നാം ഡിഫൈൻ ചെയ്ത ജി എന്നുള്ളത് പേര് മാറ്റാം. ദസ് എഫ് ഇൻവേഴ്സ് ഫ്രം 4 to r plus defined by f inverse x equal to root of x minus 4. അപ്പോൾ എഫ് ഇൻവേഴ്സ് കാണാൻ ചോദിച്ചാൽ ആ ഇൻവേഴ്സ് തന്നെ എഴുതിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫംഗ്ഷൻ ഇൻവേഴ്സ് ആണ് എന്ന് പറയാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 41. എഫ് ആർ പ്ലസ് ടു -5 infinity given by f of x equal to 9x square plus 6x minus 5. ഇത് ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് നേരത്തെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് ഫംഗ്ഷൻ 1 ആണ്. ഇവിടെ പോസിറ്റീവ് റൂട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരേ രീതിയിൽ ആദ്യം 5 കുറയ്ക്കാം, 6x ഒരേ രീതിയിൽ കുറച്ചാൽ നമുക്ക് അത് 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരിട്ട് ഇൻവെർട്ടിബിൾ എന്ന ഭാഗം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അത് ക്ലിയർ, ഇറ്റ് ഈസ് എവിഡൻ്റ് ആണ്. അതുകൊണ്ട് നാം നേരിട്ട് പറയുകയാണ്. രണ്ടാമത്തെ പാർട്ട് മുതലേ നാം എഴുതി തുടങ്ങുന്നുള്ളൂ. അതായത് ലെറ്റ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 9x square plus 6x minus 5.
ഇപ്പോൾ y ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് കിട്ടി. അതായത് ഇതിൻ്റെ അർത്ഥം ഇവിടെ നാം നേരത്തെ എഴുതിയ പോലെയല്ല. അതായത് ആദ്യത്തെ ഇവിടെ 3 ടേം ഉണ്ട്. എക്സ് കോമൺ ആയിട്ട് എടുത്താൽ വീണ്ടും ഒരു എക്സ് അവശേഷിക്കും. അതുകൊണ്ട് എക്സിനെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റൽ സാധ്യമല്ല. അപ്പോൾ തന്നിരിക്കുന്ന ടേമിനെ നാം പെർഫെക്റ്റ് സ്ക്വയർ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 9x² മൈനസ് 6 പ്ലസ് 6x വരെ നമുക്ക് എഴുതാം. ഇനി ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഇതിനെ a² പ്ലസ് 2ab പ്ലസ് b² അല്ലെങ്കിൽ മൈനസ് b² എന്ന രൂപത്തിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടേമിനെ നമുക്ക് 9x² എന്ന് പറഞ്ഞാൽ 3x² എന്ന് എഴുതാം. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 3x ആണ്. 2ab ആണ് അങ്ങനെയാണെങ്കിൽ 6x. അതായത് 2a എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ 3x. അപ്പോൾ 2ab എന്ന് പറഞ്ഞാൽ 6x വന്നാൽ അർത്ഥം b എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് a² ആയി പ്ലസ് 2ab പ്ലസ് b². ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആയി. ഫസ്റ്റും ലാസ്റ്റും മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 3x പ്ലസ് 1² ആയി മാറി. അപ്പോൾ ഇവിടുന്ന് -5 പകരം +1 ആണ് നാം എഴുതിയത്. അതുകൊണ്ട് നമുക്ക് -6 എന്നെഴുതിയാൽ ഇത് ക്ലിയറായി. അതായത് -5 എന്നുള്ളതിനെ 1 - 6 എഴുതി എന്ന് മാത്രം. ഇംപ്ലൈസ് നമുക്കിതിനെ മാറ്റി എഴുതാം. y ഈക്വൽ ടു ഇതിനെ ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാം. അതായത് 3x പ്ലസ് 1² മൈനസ് 6 ഇംപ്ലൈസ് നമുക്ക് ഈ 6നെ ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ y പ്ലസ് 6 ഈക്വൽ ടു 3x പ്ലസ് 1² നമ്മുടെ ആവശ്യം ലെഫ്റ്റ് സൈഡിൽ y കിട്ടിയത് ലെഫ്റ്റ് സൈഡിൽ എക്സും ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നാം ഇങ്ങോട്ട് മാറ്റുന്നു. രണ്ട് ഭാഗത്ത് റൂട്ട് കാണുന്നു. അപ്പോൾ റൂട്ട് ഓഫ് y പ്ലസ് 6 ഈക്വൽ ടു 3x പ്ലസ് 1 എന്നെഴുതാം. അതിന് നാം 3x പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് ഓഫ് y പ്ലസ് 6 എന്നും എഴുതാം. LHSും RHSും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. നമ്മൾ ഇനി അടുത്തത് ഈ 1 ഒന്ന് സൈഡ് മാറ്റുന്നു. അപ്പോൾ 3x ഈക്വൽ ടു റൂട്ട് ഓഫ് y പ്ലസ് 6 മൈനസ് 1 എന്നുള്ളത് റൂട്ടിന് വെളിയിലാണ്. ഇംപ്ലൈസ് ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x ഈക്വൽ ടു റൂട്ട് ഓഫ് y പ്ലസ് 6 മൈനസ് 1/3. ഇപ്പോൾ നമുക്ക് കിട്ടിയത് x ഈസ് എ ഫങ്ഷൻ ഓഫ് y എന്നതാണ് കിട്ടിയത്. x ഈസ് എ ഫങ്ഷൻ ഓഫ് y എന്ന് കിട്ടിയാൽ നമുക്കൊരു പുതിയ ഫങ്ഷൻ g ഡിഫൈൻ ചെയ്യാം. ആ g എന്നുള്ളത് ഡിഫൈൻ ചെയ്താൽ ആ ഫങ്ഷൻ എഫും ജിയും തമ്മിലുള്ള കോമ്പോസിഷൻ ഐഡൻറ്റിറ്റി ആക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് അതായത് ഡിഫൈൻ പുതിയ ഫങ്ഷൻ g എന്നുള്ളത് -5 ഇൻഫിനിറ്റി. ഇവിടെ നാം എഴുതുന്നത് എഫിൻ്റെ കോ ഡൊമെയിൻ ജിയുടെ ഡൊമെയിനാക്കി മാറ്റുകയാണ്. r പ്ലസ് ഡിഫൈൻ ബൈ g ഓഫ് y. നമ്മൾ നേരിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് f ഓഫ് x രൂപത്തിലും g ഓഫ് y രൂപത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇത് നേരിട്ട് ഇതുപോലെ എഴുതാം. അതുകൊണ്ടാണ് g ഓഫ് y എഴുതാനുള്ള കാരണം. y പ്ലസ് 6 മൈനസ് 1/3 ഇതാണ് നാം പുതുതായി ഡിഫൈൻ ചെയ്ത g. ഈ g ആണ് കോമ്പോസിഷനായിട്ട് എഫുമായി കോമ്പോസിറ്റ് ചെയ്താൽ ഐഡൻറ്റിറ്റി കിട്ടുമ്പോൾ ഈ എഫിന് പകരമാണ് നാം ഈ ജിക്ക് പകരമാണ് നാം എഫ് ഇൻവേഴ്സ് കൊടുക്കുന്നത് എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇവിടെ കോമ്പോസിഷൻ കാണാം. അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. നേരിട്ട് വാല്യൂ കൊടുത്തു. ഇനി ജി ഓഫ് എഫ് ഓഫ് എക്സ് നമുക്കറിയാം 9x² പ്ലസ് 6x മൈനസ് 5 ഈക്വൽ ടു ഇതിനെയാണ് നാം -5 എന്നുള്ളതിനെയാണ് നാം മാറ്റിയത്.
+1 -6 ആക്കി മാറ്റി രണ്ടാമത്തെ സ്റ്റെപ്പിൽ. അതിനെ നാം വീണ്ടും മാറ്റുന്നു. അതായത് 9x² + 6x - 5 എന്നുള്ളതിനെ നമുക്ക് ഈ സ്റ്റെപ്പിനാണ് നാം ഇതെഴുതിയത്. അതിനെ വീണ്ടും നാം ഇതേ രീതിയിൽ എഴുതി. ഇതേ രീതിയിൽ എഴുതുമ്പോഴും വൈക്ക് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ, അതായത് 3x + 1² - 6 വരെ അത് f(x) തന്നെയാണ്. അപ്പോൾ f(x) എന്നുള്ളതിന് 9x² + 6x - 5 കിട്ടുമ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് 3x + 1² - 6 എന്ന് എഴുതാം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നാം എഴുതുന്നത്. അതായത് g of 3x + 1² - 6 എന്നെഴുതി. ഈക്വൽ ടു, ഇങ്ങനെ കിട്ടുമ്പോൾ ജിയുടെ മീനിങ് നമുക്കറിയാം. അതായത് y + 6 - 1/3 ആണ്. y + 6 - 1/3 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ y. അപ്പോൾ നമുക്ക് എഴുതാം 3x + 1² - 6. ഇതാണ് y. √y ആണ്. then +6, √y + 6, √y + 6, then -1/3, √y + 6 -1/3. സിംപ്ലിഫൈ ചെയ്താൽ 6ഉം 6ഉം ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3x + 1² ആണ്. 3x + 1² അത് റൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. 3x + 1 എന്നെഴുതി -1/3 എന്നെഴുതി. ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ 1 ക്യാൻസൽ ചെയ്താൽ 3x/3 ആണ് x എന്ന് കിട്ടി. അതായത് കിട്ടിയത് g കോമ്പോസിഷൻ f എന്നുള്ളത് ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടി. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇവിടെ g കോമ്പോസിഷൻ f എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മാത്രമല്ല. അതായത് g കോമ്പോസിഷൻ f എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓൺ R+. ദെൻ ഇതിലെ രണ്ടാമത്തെ പാർട്ടാണ് നമുക്കിനി അടുത്തത് ചെയ്യുന്നത്. അതായത് f കോമ്പോസിഷൻ g ഓഫ് y കാണാം. f കോമ്പോസിഷൻ g ഓഫ് y ഈക്വൽ ടു f ഓഫ് g ഓഫ് y ഈക്വൽ ടു f ഓഫ് g ഓഫ് y. g ഓഫ് y എന്ന് പറഞ്ഞാൽ √y + 6, y + 6. ഇത് റൂട്ടിന് പുറത്താണ് -1/3. നമ്മൾ ഇവിടെ നേരത്തെ എഫിൻ്റെ മീനിങ് എഴുതി. എഫ് എന്ന് പറഞ്ഞാൽ എഴുതിയത് ഏതാണോ ടേം f of x ആണെങ്കിൽ നമുക്കറിയാം 3x + 1² - 6 ആണ്. x കാണുമ്പോൾ × 3 + 1 അതിനെ സ്ക്വയർ ചെയ്ത് 6 കുറയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഏതാണോ നമ്മുടെ എഫിൻ്റെ ബ്രാക്കറ്റിലുള്ളത് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 ആഡ് ചെയ്ത് അത് റൂട്ടിൻ്റെ ഉള്ളിൽ അത് സ്ക്വയർ ചെയ്യുന്നു -6. അപ്പോൾ നമുക്ക് എഴുതുന്നത് 3 × 3x + 1² - 6 ആണ്. എക്സിൻ്റെ സ്ഥാനത്താണ് √y + 6 -1/3. അപ്പോൾ y + 6 then -1/3. ഇപ്പോൾ 3x ആയി. 3x + 1, 3x + 1² - 6. 3x + 1 ഇവിടെ നോക്കാം. 3 × x + 1² - 6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം 3 × എന്നാണ്. നമുക്കൊന്നും കൂടി ക്ലിയർ ആവാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ 3 ക്യാൻസൽ ചെയ്യാമെന്ന് ഒന്നും കൂടി തോന്നും. അപ്പോൾ 3 × എന്നുള്ളത് വരുമ്പോൾ നമുക്ക് ആ 3 ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് √y + 6. അതായത് y + 6
ഇത് റൂട്ടിൽ റൂട്ട് ഓഫ് y പ്ലസ് 6 മൈനസ് 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 6 ഈക്വൽ ടു 1ഉം മൈനസ് 1ഉം റൂട്ടിന് വെളിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ക്യാൻസലായി. റൂട്ട് ഓഫ് y പ്ലസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ y പ്ലസ് 6 y പ്ലസ് 6 മൈനസ് 6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് y. അതായത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് y എന്നുള്ളത് y ആയിട്ട് കിട്ടി. അതായത് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷനായി. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ -5, ഇൻഫിനിറ്റി. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് മാറി. അങ്ങനെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് മാറുമ്പോൾ നമുക്ക് അതിനെ ഇൻവേഴ്സ് ആയിട്ട് കൊടുക്കാം. അതായത് പുതുതായിട്ട് എഴുതിയ ജി, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ജി എന്നുള്ളതിനെ നമുക്ക് മാറ്റി എഴുതാം. ഹെൻസ് ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. അതുകൊണ്ട് തന്നെ പുതിയ നേരത്തെ കണ്ടെത്തിയ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദസ് എഫ് ഇൻവേഴ്സ് കാണാൻ ചോദിച്ചിരുന്നു. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -5, ഇൻഫിനിറ്റിയിൽ നിന്ന് ആർ പ്ലസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൈൻഡ് ബൈ എഫ് ഇൻവേഴ്സ് y ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതുന്നില്ല. എഫ് ഇൻവേഴ്സ് y ഈക്വൽ ടു റൂട്ട് ഓഫ് y പ്ലസ് 6 ദെൻ -1/3. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ -1 ബ്രാക്കറ്റിന് റൂട്ടിന് വെളിയിലാണ് എന്നുള്ളതാണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 42. കൺസിഡർ എഫ് 1, 2, 3 to set A, B, C given by f of 1 equal to A, f of 2 equal to B, f of 3 equal to C. Find f inverse and show that f inverse all inverse equal to f. അപ്പോൾ നമ്മൾ ആദ്യം ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ജി എന്ന പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതിനു മുൻപ് നമുക്കറിയാം എഫ് ഓഫ് 1ൻ്റെ ഇമേജ് എ ആണ്, 2ൻ്റെ ഇമേജ് ബി ആണ്, 3യുടെ ഇമേജ് സി ആണ്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ 1, 1 ആണ്. കൂടാതെ എല്ലാ എലമെൻറ്റുകൾക്കും എക്ക് ബിക്ക് സിക്ക് എല്ലാറ്റിനും പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് 1, 1 ആണ്, 1, 2 ആണ്. ബൈജക്റ്റീവാണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം നേരിട്ട് എഴുതുന്നു. ജി എന്ന പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് നാം ആദ്യം ചെയ്യുന്നത്. ഇവിടെ 1, 1, 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് നാം ഇവിടെ എഴുതാത്തത്. ഡിഫൈൻ ജി എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ ബി സിയിൽ നിന്ന് സെറ്റ് 1, 2, 3ലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബൈ ജി ഓഫ് എ ഈക്വൽ ടു 1, ജി ഓഫ് ബി ഈക്വൽ ടു 2, ജി ഓഫ് സി ഈക്വൽ ടു 3. ഇപ്പോൾ എഫ് നമുക്കറിയാം, ജി നമ്മൾ പുതുതായിട്ട് ഡിഫൈൻ ചെയ്തു. നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എഫ് കോമ്പോസിഷൻ ജി എന്നുള്ളത് ഐഡൻറ്റിറ്റി ആക്കുകയാണ് വേണ്ടത്. ഇവിടെ ആകെ 3 എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്നും ജനറലായിട്ട് കാണുന്നതിന് പകരം ഓരോ എലമെൻറ്റിൻ്റെയും എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ കാണുന്നു. അതുപോലെ തന്നെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് ബി കാണുന്നു, എഫ് കോമ്പോസിഷൻ ജി ഓഫ് സി കാണുന്നു. ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് ജി ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ എന്നുള്ളത് എ ആയിട്ട് കിട്ടി. ഇനി ഇതേ രീതിയിൽ അടുത്ത എലമെൻറ്റും എഫ് ഓഫ് ജി ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ബി ആണ്. അതേപോലെ എഫ് ഓഫ് ജി ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ 3 ആണ്, എഫ് ഓഫ് 3 സി ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത്
എഫ് കോമ്പോ എയിൽ നിന്ന് എയിലേക്ക് മാപ്പ് ചെയ്യുന്നു, ബിയിൽ നിന്ന് ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നു, സിയിൽ നിന്ന് സിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. കൂടാതെ നമുക്കിനി ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗം, അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 കാണുന്നു. പിന്നെ നമുക്ക് കാണാനുള്ളത് ജി ഓഫ് എഫ് ഓഫ് 2 കാണണം. അതുപോലെ തന്നെ ജി ഓഫ് എഫ് ഓഫ് 3യും കാണണം. ഈ മൂന്നുമാണ് നാം കാണുന്നത്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 1. നമുക്കറിയാം എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ ആണ്. ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1. ജി ഓഫ് എഫ് ഓഫ് 2 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ബി ആണ്. ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവിടെ ജി ഓഫ് എഫ് ഓഫ് 3 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ സി ആണ്. ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ അതായത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയത് എയിൽ നിന്ന് എയിലേക്കും ബിയിൽ നിന്ന് ബിയിലേക്ക് സിയിൽ നിന്ന് സിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ 1ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 2ലേക്ക്, 3ൽ നിന്ന് 3ലേക്ക്. അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് ചുരുക്കം. അതായത് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ്. അതുപോലെ തന്നെ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ അതും ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ വൈ. ഇവിടെ നമ്മൾ വൈയും എക്സും, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ വേർ എക്സ് ഈക്വൽ ടു സെറ്റ്, ഇവിടെ 1 2 3 എന്ന് എഴുതുന്നതിന് പകരമാണ് നമ്മളിവിടെ എക്സ് എന്നെഴുതിയത്. അതുപോലെ തന്നെ വൈ എന്ന് പറഞ്ഞാൽ ഐ ഓഫ് വൈ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വൈ എന്നുള്ളത് എ ബി സി എന്ന് കൊടുത്തത്. അതായത് ഇതിൻ്റെ അർത്ഥം ദസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടിയാൽ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ഐഡൻറ്റിറ്റി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ജി എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ആണ് എന്ന് പറയാം. ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് ഇങ്ങനെയും കൂടിയും പറയാം, ജി എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടുന്ന് എങ്ങോട്ടാണെന്നും കൂടി നമുക്കിവിടെ സൂചിപ്പിക്കാം. അതായത് എ ബി സിയിൽ നിന്ന് സെറ്റ് 1 2 3ലേക്കാണ്. അതിൻ്റെ അർത്ഥം ഡിഫൈൻഡ് ബൈ എഫ് ഇൻവേഴ്സ് എ. എഫ് ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. എഫ് ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. കൂടാതെ എഫ് ഇൻവേഴ്സ് 3 എന്ന് പറഞ്ഞാൽ, എഫ് ഇൻവേഴ്സ് സി എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു, എഫിൻ്റെ ഇൻവേഴ്സ് കണ്ടു. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഇൻവേഴ്സ്, എഫ് ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എഫ് ആണെന്ന് പറയുന്നു. അതിനുവേണ്ടി നാം ഇവിടെ ചെയ്യുന്നത് എച്ച് എന്ന പുതിയൊരു ഫംഗ്ഷൻ. ഇപ്പം നമുക്ക് എഫ് ഇൻവേഴ്സ് പറഞ്ഞു എങ്കിലും അതിനെ ജി എന്നും കൂടി നമുക്ക് പറയാം. ഇപ്പം നമുക്ക് ജി എന്നൊരു ഫംഗ്ഷനാണ് ഇവിടെ കിട്ടിയത്. ആ ജി എന്നുള്ളതിൻ്റെ പുറമെ നമുക്ക് എച്ച് എന്ന മറ്റൊരു ഫംഗ്ഷനും കൂടി ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ഡിഫൈൻ എച്ച് എന്ന പുതിയ ഫംഗ്ഷൻ സെറ്റ് 1 2 3ൽ നിന്ന് 1 2 3ൽ നിന്ന് എ ബി സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. ആ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൈൻഡ് ബൈ എച്ച് ഓഫ് 1 ഈക്വൽ ടു എ ആണ്. എച്ച് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ബി ആണ്. എച്ച് ഓഫ് 3 എന്ന് പറഞ്ഞാൽ സി ആണ്. നമ്മൾ എച്ച് ഡിഫൈൻ ചെയ്തത് ജി എന്നുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈനും കോഡൊമൈനും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്കിവിടെ ചെയ്യാനുള്ളത് ജിയും എച്ചും തമ്മിലുള്ള പ്രത്യേകത നോക്കണം. അപ്പോൾ അതായത് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് 1. അപ്പോൾ ജി ഓഫ് എച്ച് ഓഫ് 1 നമുക്കറിയാം. എച്ച് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ ജി ഓഫ് എ എന്നെഴുതാം. ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ ജി ഓഫ് എച്ച് ഓഫ് 2 കാണുന്നു.
ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് 2 ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിഫൈൻ ചെയ്തു, അത് ബി ആണ്. ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2. ജി ഓഫ് എച്ച് ഓഫ് 3 ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് 3. എച്ച് ഓഫ് 3 എന്ന് പറഞ്ഞാൽ സി ആണ്. ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3. ഇനി നേരത്തെ എഴുതിയ പോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് എച്ച് ഓഫ് ജി കാണുന്നു. എച്ച് ഓഫ് ജി ഓഫ് എ കാണുന്നു. ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് എ ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. എച്ച് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ ആണ്. എച്ച് ഓഫ് ജി ഓഫ് ബി കാണുന്നു. ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് ബി ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. എച്ച് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ബി. ദെൻ എച്ച് ഓഫ് ജി ഓഫ് സി ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് സി ഈക്വൽ ടു എച്ച് ഓഫ് 3. എച്ച് ഓഫ് 3 ഈക്വൽ ടു സി. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇത് രണ്ടും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ പോലെയായിട്ടാണ് കിട്ടിയത്. അതായത് ജി ഓഫ് എച്ച് ഓഫ് 1 1ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 2ലേക്ക്, 3ൽ നിന്ന് 3ലേക്ക്, അതേപോലെ എയിൽ നിന്ന് എയിലേക്ക്, ബിയിൽ നിന്ന് ബിയിലേക്ക്, സിയിൽ നിന്ന് സിയിലേക്ക്. അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് എവിഡൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂടി പറയാം. അതായത് ജി കോമ്പോസിഷൻ എച്ച് എന്നുള്ളത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ് ആണ്. അതുപോലെ എച്ച് കോമ്പോസിഷൻ ജി എന്നതും ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ വൈ. ഇവിടെ നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ എന്താണ് എക്സ്, എന്താണ് വൈ എന്നും കൂടി എഴുതാം. വേർ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സെറ്റ് 1 2 3. അതുപോലെ തന്നെ വൈ എന്നുള്ളത് വേർ വൈ ഈക്വൽ ടു സെറ്റ് എ ബി സി. അതായത് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം ദസ് നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് എഴുതാം. എച്ച് എന്ന് പറഞ്ഞാൽ ജി കോമ്പോസിഷൻ എച്ചും എച്ച് കോമ്പോസിഷൻ ജിയും ഐഡൻറ്റിറ്റി ആണെങ്കിൽ എച്ച് എന്നുള്ളതിനെ നമുക്ക് ജി ഇൻവേഴ്സ് എന്ന് വിളിക്കാം. അതായത് നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, ജി ഇൻവേഴ്സ് എന്നുള്ളത് എച്ച് ആണെന്ന് നമ്മളിവിടെ കണ്ടു. ജി ഇൻവേഴ്സ് ഈക്വൽ ടു എച്ച്. അതിൻ്റെ അർത്ഥം അതായത് ജി എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടി. നമ്മൾ നേരത്തെ കണ്ടു ഡെഫിനിഷൻ പ്രകാരം എച്ച് എന്ന് പറഞ്ഞാൽ എഫ് തന്നെയാണ്. ആൾസോ വി ക്യാൻ സേ ദാറ്റ് എച്ച് ഈക്വൽ ടു എഫ്. Hence we can conclude that F inverse all inverse equal to F. F inverse all inverse equal to F എന്ന് കിട്ടി. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ഇതോടെ എക്സസൈസ് 1.3ലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. ദെൻ അടുത്ത പാർട്ട് വരുന്നത് ബൈനറി ഓപ്പറേഷൻ. അതോടെ ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിലുള്ളത് ഒന്ന് റിലേഷൻ, മറ്റൊന്ന് ഫങ്ഷൻ, തുടർന്ന് ബൈനറി ഓപ്പറേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.